സാറേ, ശശി തരൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? വല്ലാത്തൊരവസ്ഥയാണ് തരൂരിൻ്റെത്. തരൂരിന് ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബലവീശി പിടിക്കാൻ BJP CPM ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. CPM ചില ചർച്ചകളൊക്കെ ദുബായിലൊക്കെ ആയിട്ട് ഇങ്ങനെ രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. എന്തായാലും തരൂരിൻ്റെ ഒരു നില പരിങ്ങലിലാണോ? തരൂരിൻ്റെ നില ഒരിക്കലും പരിങ്ങലിലല്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു, ഇമേജ് ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. കോൺഗ്രസ്സുകാരനായിട്ടല്ലല്ലോ. അതിനുശേഷമല്ലേ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വന്നത്. അപ്പോൾ അത്ര ലോക ആകസ്സകലം അറിയപ്പെടുന്ന അത്ര കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അമേരിക്ക വാര വെച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തോറ്റുപോയത്. അപ്പോൾ അത്രമാത്രം കാരിഷ്മയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയും ഒക്കെ ഉള്ള ഒരാൾ, വിശ്വോത്തരമായിട്ട് അറിയപ്പെടുന്ന ഒരാൾ, 14 ഭാഷകൾ സ്വന്തമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ, ഇംഗ്ലീഷിനേക്കാൾ നന്നായി ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരാൾ, അത്തരം ഒരു പശ്ചാത്തലം ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമലിൽ കയറി നിന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ റോയൽറ്റി കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിച്ചു പോകാൻ ജീവിതകാലം മുഴുവൻ. അതുപോലെ അന്താരാഷ്ട്രീയമായിട്ട് ഒരുപാട് സ്നേഹിതരുണ്ട്, അതിൽ സ്നേഹിതകളും ഉണ്ട് ധാരാളമായിട്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പുസ്തകം എഴുതി തന്നെ ശേഷിക്കുന്ന കാലം അദ്ദേഹത്തിന് സമയം ചെറിയ പുസ്തകം എഴുതാൻ തന്നെ സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് ഒരു വസ്തുത. ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം അദ്ദേഹം പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ പെൻഗുനോ അതുപോലെ ലോകോത്തരമായിട്ടുള്ള പുസ്തകശാലകളൊക്കെ സ്വീകരിക്കും. മനസ്സിലായി? സന്തോഷപൂർവ്വം സ്വീകരിക്കും. കാരണം നല്ലപോലെ ചിലവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളാണ്, ഒരു ട്രാജക്ടറി ഉള്ള ആൾ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തട്ടകത്തിൽ വന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ശേഷിക്കുന്ന ജീവിതമൊന്നും കഴിച്ചു കൂട്ടേണ്ട തരത്തിലുള്ള ഒരാളല്ല ശശി തരൂർ. പിന്നെ CPMകാർ ദുബായിലേക്ക് പോകാൻ കാരണം, ദുബായിലൊക്കെയുള്ള അന്താരാഷ്ട്ര പ്രശസ്തമായിട്ട് ഹോട്ടലുകളിലാണ് അദ്ദേഹം താമസിക്കാറുള്ളത്. കാരണം ആ സ്റ്റൈൽ ഓഫ് ലിവിങ് എന്ന് പറയുന്ന ആ തരത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ താമസിക്കുമ്പോഴേ അവരെ ചെന്ന് CPMകാർ അവിടെ സഖാക്കളുണ്ട്, അവരെ വിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുക. കാണാൻ പോയാൽ തന്നെ ക്യൂ നിൽക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടൈം ടേബിളുണ്ട്. അത് തെറ്റിക്കുന്ന രീതിയിലൊന്നും അദ്ദേഹം ആളുകളെ അവിടെ പോകുമ്പോൾ കാണില്ല. തിരുവനന്തപുരത്ത് വെച്ച് കാണും, പാർട്ടി ഓഫീസുണ്ടല്ലോ സ്റ്റാച്യുവിൻ്റെ പുറകിൽ. അതുപോലല്ല അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്കെഡ്യൂളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ സെക്രട്ടറി ഉണ്ട്, അവർ തീരുമാനിക്കും അതിൻ്റെ. അപ്പം അന്താരാഷ്ട്രമായിട്ടുള്ള ഓൺലൈൻ ചർച്ചകളും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉള്ള ഒരു വളരെ തിരക്കേറിയ ഒരു മനുഷ്യനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ അദ്ദേഹം കോൺഗ്രസ് നിലപാട് മാറ്റിയാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് ഇവിടെ TP രാമകൃഷ്ണനെ പറ്റി പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല TP രാമകൃഷ്ണനെ പോലുള്ള നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന CPM പാർട്ടിയുടെ ഒരു നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരാറുണ്ട് ഒരു കാര്യമില്ല. ഞാൻ പുച്ഛത്തോടു കൂടി പറയുന്നതല്ല, ഒരിക്കലും പറ്റില്ല. അദ്ദേഹം മാർക്സിസ്റ്റ് ദർശനവുമായിട്ട് യോജിച്ചു പോകുന്ന ആളുമല്ല അദ്ദേഹം. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, വലതുപക്ഷത്തിൻ്റെ അതിന് ചേർന്ന ഒരു ലിബറൽ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. ആ ലിബറൽ സംസ്കാരം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമായിട്ട് ഒരിക്കലും യോജിച്ചു പോകുന്നതേ അല്ല. അദ്ദേഹത്തിന് ഇന്ത്യയിൽ യോജിച്ചു പോകാവുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയെ പരിപൂർണമായിട്ട് ലിബറേറ്റ് ചെയ്ത BJP തന്നെയാണ്. BJP കഴിഞ്ഞാൽ ഉള്ളത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിലായിരുന്നു ഇത്രയും കാലം അദ്ദേഹം നെഹ്റുവിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിധിയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം വളരുകയല്ല കോൺഗ്രസ്സിൽ ചേരുന്നതുകൊണ്ട്, മറിച്ച് കോൺഗ്രസ് വളരുകയാണ് അദ്ദേഹം ഉള്ളതുകൊണ്ട്. നമ്മുടെ ബുദ്ധിമാന്ദ്യം ബാധിച്ച ആ രാഹുൽ ഗാന്ധിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. വേണ്ട, അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞാൽ AICC പ്രസിഡൻ്റായിട്ട് മത്സരിച്ചപ്പോൾ മറ്റ് മത്സരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ പ്രസിഡൻ്റ് ആവട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു വേണ്ടത്. അല്ലാതെ ഈ കുശിനിയുടെ ചുമതല നോക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയെ പിടിച്ച് അവിടെ വെച്ച് ഇദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നില്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ മത്സരിക്കാൻ വരുന്നു, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ പ്രസിഡൻ്റ് ആവാൻ വരുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് അഭിമാനിക്കേണ്ട കാര്യമല്ലേ? സാമാന്യ യുക്തി മതിയല്ലേ? ഈ പറയുന്ന ഈ നമ്മുടെ സുകുമാരൻ നായരുടെ മനസ്സുള്ള രാഹുൽ ഗാന്ധിക്ക് അത് പറ്റില്ല. സങ്കുചിത മനസ്സ്, മറ്റൊരാൾക്ക് ഒരു എന്തെങ്കിലും സ്ഥാനം കിട്ടുമ്പോൾ അസൂയ തോന്നുന്ന ഒരാൾക്ക് അത് പറ്റില്ല. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും നാളായിട്ട് 2014 മുതൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. എനിക്കൊന്ന് തന്നു അങ്ങോട്ട് മാറിയിരുന്നു കൂടെ. ഇദ്ദേഹം എത്ര നാളായി ഇയാൾ കയറിയിരിക്കുന്നത്, അമ്പമ്പോ എത്ര നാളായി ഇയാൾ അമ്മയമ്മ കസേരയിൽ എത്ര നാളായിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മനോനില, അദ്ദേഹത്തിൻ്റെ സൈക്യത. അതുപോലെ ആണ് ശശി തരൂർ. അങ്ങനെ ഇപ്പോൾ ഇയാൾ ആളാവണ്ട.
അയാൾ പുസ്തകങ്ങൾ എഴുതുന്നു, ലോക ആരാധ്യനാവുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ആൾക്കാർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു, അദ്ദേഹത്തെ പുസ്തകങ്ങൾ വായിക്കുന്നു. ഇത് തീരെ പിടിക്കുന്നില്ല. ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നെക്കാളും വലിയൊരാളോ ഷാജഹാൻ്റെ സിംഹാസനത്തിൽ പുഴുവരിക്കുന്നു. ഇതാണ് ആ പയ്യൻ്റെ മനോഭാവം. അതുകൊണ്ട് കോൺഗ്രസ് അയാളെ നഷ്ടപ്പെടുത്തി. അതാണ് സംഭവം. ഇങ്ങനൊരു നേതാവായിരിക്കുമ്പോൾ ഹീസ് ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയും. അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് പാർട്ടിക്കകത്ത്. അദ്ദേഹം അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അത് വളരെ ക്ഷമയോട് കേൾക്കാനുള്ള ക്ഷമ കോൺഗ്രസ്സുകാർക്ക് വേണം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു രാജകുമാരനുണ്ടാവണം. അതിനാണ് മഹത്വം. നെഹ്റുവിന് അതുണ്ടായിരുന്നു. നെഹ്റു പാർലമെൻറ്റിൽ AKG സംസാരിക്കുമ്പോൾ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും, AKG പറയുന്നത് കേൾക്കാൻ. ആ വിശാലമായിട്ടുള്ള മനുഷ്യത്വം ഈ മനുഷ്യനില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടിയിൽ ഇനിയും വേണ്ട എന്നായിരിക്കും അദ്ദേഹം തീരുമാനിച്ചത്. കാരണം എറണാകുളത്ത് മീറ്റിങ്ങിന് വന്നപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ പേര് പോലും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി പേര് പറഞ്ഞില്ലെങ്കിലും ശശി തരൂറിനെ എല്ലാവരും അറിയും. എന്താ കാര്യം? ഹീസ് ആൻ എലിഫൻ്റ് ഇൻ ദ റൂം. എവിടെ പോയാലും ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇവൻ ഏതാ, ഈ ചെറുക്കൻ ഏതാ, ഈ മസ്ലിം പിടിച്ചു വരുന്നതെന്ന് ചോദിക്കും. ശശി തരൂർ, ഇയാളല്ലേ ശശി തരൂർ എന്ന് ചോദിക്കും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം തന്നേക്കാൾ വലിയ ഒരാളിനെ രാഹുൽ ഗാന്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അപമാനിച്ചത്. തന്നെയല്ല, പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ, ഈ SIR പ്രശ്നത്തിൽ, CAA പ്രശ്നത്തിൽ ഒക്കെ തീവ്രമായിട്ടുള്ള നിലപാടെടുത്ത് രാജ്യത്തെ കലാപത്തിലേക്ക് നയിക്കുന്നതിനോട് ഒട്ടും യോജിപ്പുള്ള ആളായിരുന്നില്ല ശശി തരൂർ. ഒരിക്കലെങ്കിലും പോയോ അതിൽ? പങ്കെടുത്തോ അദ്ദേഹം? ഒരിക്കൽ പോലും പോയി പങ്കെടുത്തിട്ടില്ല. അതിന് ആവേശം ഇതറിയില്ല. മാതൃഭൂമിയിൽ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിരുന്നോ? പതിവായിട്ട് അദ്ദേഹം ലേഖനം എഴുതുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. ഒറ്റ ലേഖനം പോലും എങ്ങും എഴുതിയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് പത്രത്തിലും എഴുതിയിട്ടില്ല അതിനെ പ്രശംസിച്ചുകൊണ്ട്. അദ്ദേഹം എന്തൊരു ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അങ്ങനെ ഒരു ഭരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മുഹബത്ത് കി ദുക്കാൻ തുറക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് തുറന്നു വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മതേതരത്വം എന്ന് പറഞ്ഞ അദ്ദേഹം മതപ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഹിന്ദു വിരുദ്ധതയാണ് അതേസമയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അരാജകത്വമാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും അറിയാം. ഓരോന്നിനും ഓരോ സ്യൂഡോനിയം ഇട്ടിരിക്കുകയാണ്. പറഞ്ഞാൽ കള്ളപ്പേരുകൾ, വ്യാജ പേരുകളിൽ ഈ വർഗീയതയ്ക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരാണ് മതേതരത്വം. അതുപോലെ അരാജകത്വത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരാണ് ജനാധിപത്യം. ഹിന്ദു വിരുദ്ധതയ്ക്കും അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് മതേതരത്വം എന്ന് പറഞ്ഞ് ആണ്. മുസ്ലിം പ്രീണനത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരും മതേതരത്വം, സെക്യുലറിസം എന്നാണ്. ഇതാണ് രാഹുൽ ഗാന്ധി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ ഇത്രയും നാൾ തുടർന്നതാണ് അത്ഭുതം. ഇപ്പോൾ പുറത്തു പോയതല്ല അത്ഭുതം എന്ന് എനിക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.